ചിലപ്പോഴെങ്കിലും മനുഷ്യർ വീണു പോകാറുണ്ട്. എന്നാൽ വീഴ്ചയിൽ നിന്ന് വേഗം എണീറ്റോടുന്നവർ പോരാളികളാണ്. ഖത്തറിന്റെ പോസ്റ്റിൽ ഗോൾ മഴ തീർക്കാമെന്ന് കരുതിയ സ്വിസ് പടയെ ഞെട്ടിച്ചൊരാൾ. ഒരു സെക്കൻഡിൽ പറ്റിപ്പോയ പിഴവിന് ഒരു മത്സരമാകെ പ്രായച്ചിത്തം ചെയ്തൊരാൾ. ഖത്തറിന്റെ വൻമതിൽ മഹ്മൂദ് അബുനാദ. ഗ്രൂപ്പ് ബിയിലെ രണ്ടാം മത്സരത്തിൽ ഖത്തറിനെതിരെ സ്വിറ്റ്സർലൻഡാണ് ആദ്യം ലീഡെടുക്കുന്നത്. 13-ാം മിനിറ്റിൽ ബോക്സിലേക്ക് വന്നൊരു പന്ത് സേവ് ചെയ്യുന്നതിനിടെ അബുനാദ ഫൗൾ വഴങ്ങുന്നു. സ്വിറ്റ്സർലൻഡിന് അനുകൂലമായി റഫറി പെനാൽറ്റി വിധിക്കുന്നു. കിക്കെടുത്ത എംബോളയ്ക്ക് പിഴച്ചില്ല. 17-ാം മിനിറ്റിൽ ഖത്തർ ഒരു ഗോളിന് പിന്നിൽ. ആ 17 മിനിറ്റ് വരെയും ഖത്തറിന്റെ ഗോൾ വലയ്ക്ക് മുന്നിൽ മതില് പോലെ നിന്ന അബുനാദ തലകുനിച്ചു. ഒരു നിമിഷം വീണുപോയതാണ്, പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവരെ തോൽപ്പിക്കുക എളുപ്പമല്ലല്ലോ. അബുനാദ എണീറ്റു. ആ പിഴവിന് പ്രായച്ചിത്തം എന്നോണം ബാക്കിയുള്ള ഓരോ നിമിഷവും ഖത്തറിന്റെ ഗോൾ വലയ്ക്ക് മുന്നിൽ മതില് കെട്ടി. സ്വിറ്റ്സർലൻഡിന്റെ മുന്നേറ്റ നിര കഴിയുന്ന പോലെയെല്ലാം ആ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി ഷോട്ടുകൾ എടുത്തു. പക്ഷേ എല്ലാം ഒരാളിൽ തട്ടിയകന്നു. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ഖത്തറിന്റെ ഈക്വലൈസർ വന്നു. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ബോക്സിൽ മുട്ടുകുത്തിയിരുന്ന അബുനാദയ്ക്കരികിലേക്ക് ടീം ഒന്നാകെ ഓടിയെത്തി. അവർക്കറിയാം അയാളായിരുന്നു എക്സ് ഫാക്ടർ എന്ന്. അയാളില്ലായിരുന്നുവെങ്കിൽ മത്സരഫലം മറ്റൊന്നായേനെയെന്ന്. മത്സരത്തിലുടനീളം 26 ഗോൾ ശ്രമങ്ങളാണ് സ്വിസ് ടീം ഖത്തറിന് നേരെ നടത്തിയത്. അതിൽ 7 പോസ്റ്റിലേക്കായിരുന്നു. പെനാൽറ്റി ഏരിയയിൽ മാത്രം നടന്നത് 17 ഗോൾ അറ്റംപ്റ്റുകൾ. അബുനാദ തട്ടിയകറ്റിയത് 5 ഗോളെന്നുറപ്പിച്ച ഷോട്ടുകൾ. സീനിയറായ മിഷാൽ ബർഷമിന് പകരം ദേശീയ ടീമിനായി വെറും 3 മത്സരങ്ങൾ മാത്രം ഇതിനു മുമ്പ് കളിച്ച് പരിചയമുള്ള അയാൾ എന്തുകൊണ്ട് ഖത്തറിന്റെ ഗോൾ വല കാക്കാൻ നിയോഗിക്കപ്പെട്ടു എന്നതിന് ഉത്തരം. ഈ മുനയൊടിഞ്ഞ ആക്രമണ നിരയുമായി ഖത്തറിന് ലോകകപ്പിൽ അധിക ദൂരം പോകാനാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അവർ കൂടുതൽ ദൂരം താണ്ടുകയാണെങ്കിൽ അത് ഈ മനുഷ്യന്റെ ചിറകിലേറിയാകുമെന്ന് ഉറപ്പാണ്. ഓരോ ലോകകപ്പും പുതിയ ഹീറോകൾക്ക് ജന്മം നൽകുന്നത് പോലെ ഈ ലോകകപ്പിന്റെ കണ്ടെത്തലുകളിൽ ഒന്നാകട്ടെ അബുനാദയും. ഖത്തറിനെ അയാൾ ചിറകിലേറ്റട്ടെ.